പ്രിയപ്പെട്ടവരെ, ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ടാങ്കർ കപ്പൽ ഇപ്പോൾ അമേരിക്കയുടെ നാവികസേന പിടികൂടിയിരിക്കുകയാണ്. ഇതിന് മുന്നറിയിപ്പ് നൽകി, പക്ഷേ മുന്നറിയിപ്പുകൾ ലംഘിച്ചുകൊണ്ട് അമേരിക്കയുടെ ഉപരോധം മറികടന്ന് നീങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് പിടികൂടിയത് എന്നാണ് അമേരിക്ക പറയുന്നത്. ഈ വീഡിയോയിൽ അതിന്റെ ദൃശ്യങ്ങൾ അമേരിക്കയുടെ നാവികസേന പുറത്തുവിട്ടിട്ടുണ്ട്. ആ വീഡിയോ നമുക്ക് കാണാം. ഇത് കാർഗോ ഷിപ്പ് പിടികൂടുന്നതിന്റെ വീഡിയോ ആണ്. ഇത് നടന്നിരിക്കുന്നത് ഒമാൻ കടലിലാണ്. ഒമാനിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്താണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം. മണിക്കൂറുകൾക്ക് മുമ്പ്, ഏകദേശം 7-8 മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് കൃത്യമായി ഇറാൻ ഇപ്പോൾ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം നടന്നത് ഇറാൻ സ്ഥിരീകരിച്ചു. അതേസമയം ഇതിന് ശക്തമായ രൂപത്തിലുള്ള പ്രതികരണം ഉണ്ടാകും. ഇതിനുള്ള ഇറാന്റെ ഭാഗത്തുനിന്നുള്ള തിരിച്ചടി വൈകുകയില്ല, ഉടനെ തന്നെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ആ കപ്പലാണ് നമുക്ക് ആ കപ്പലിന് ആദ്യം മുന്നറിയിപ്പ് നൽകുന്നതിന്റെ വീഡിയോ ആണത്. തൊട്ടടുത്ത് ഈ ഭാഗത്ത് നിൽക്കുന്നത് അമേരിക്കയുടെ നാവികസേനയുടെ കപ്പലുകളാണ്, യുദ്ധക്കപ്പലുകളാണ്. തൊട്ടപ്പുറത്താണ് ഇറാന്റെ കപ്പൽ നമുക്ക് കാണാൻ സാധിക്കും. ടൗസ്ക എന്ന പേരുള്ള കപ്പലിനെയാണ് ഇപ്പോൾ അമേരിക്കൻ നാവികസേന പിടികൂടിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ ഒരു സംഭവം അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ ഇപ്പോൾ അത് തകരുന്ന സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. കാരണം ഇറാൻ ഇപ്പോൾ തിരിച്ചടിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയോ അല്ലെങ്കിൽ അമേരിക്കൻ സംവിധാനങ്ങൾക്ക് നേരെയോ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം 7 മണിക്കൂർ മുമ്പ് അമേരിക്കയുടെ ജെറ്റ് യുദ്ധവിമാനവും അതോടൊപ്പം വ്യോമതലങ്ങളിൽ നിന്ന് ഇന്ധനം നിറച്ചു കൊടുക്കുന്ന മറ്റൊരു യുദ്ധവിമാനവും കൂടെ സിറിയയുടെ ഭാഗത്തു നിന്നും ഇറാന്റെ ഭാഗത്തേക്ക് നീങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ആക്രമണം നടത്തിയിട്ടുണ്ടോ ഇല്ലേ എന്ന കാര്യം വ്യക്തമല്ല. ഇതുവരെ അങ്ങനെയുള്ള ഒരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇതിനോട് തീർച്ചയായും ഇറാൻ പ്രതികരിക്കുമെന്നതിൽ സംശയമില്ല. ഇറാന്റെ IRGC ഇപ്പോൾ അത് വ്യക്തമാക്കി കഴിഞ്ഞു. സമയം വൈകാതെ ഉടനെ തന്നെ അമേരിക്കയുടെ ഈ നീക്കത്തിനെതിരെയുള്ള പ്രതികരണം ഉണ്ടാകും. മാത്രമല്ല, ഇത് പൂർണ്ണമായും വെടിനിർത്തൽ ലംഘനമാണ് എന്നുകൂടെ ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, പാകിസ്ഥാനിൽ വെച്ച് നടക്കാൻ നിൽക്കുന്ന സമാധാന ചർച്ച, ഈ ചർച്ച ഇപ്പോൾ ഇറാൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇറാന്റെ പാർലമെന്റ് അംഗം റൂഹുല്ലയാണ് ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാനിൽ വെച്ച് നടക്കാനിരിക്കുന്ന ചർച്ചകളിൽ ഇനി ഞങ്ങൾ പങ്കെടുക്കുകയില്ല. കാരണം അമേരിക്ക ഇപ്പോൾ സമാധാന ചർച്ചകളിലുണ്ടായിരുന്ന ഉടമ്പടികൾ ലംഘിച്ചിരിക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റാത്ത ചതിയന്മാരോടൊരുമിച്ച് ഇനി ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്നാണ് ഇപ്പോൾ ഇറാന്റെ പാർലമെന്റ് അംഗം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം കൂടുതൽ വ്യാപിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ വരുന്നു. വെടിനിർത്തൽ ഇപ്പോൾ തന്നെ അമേരിക്ക ലംഘിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രതികരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും യുദ്ധത്തിലേക്ക് കടക്കുമെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് സമാധാന ചർച്ചകൾ, വെടിനിർത്തലെങ്കിലും നീട്ടിക്കിട്ടുമോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ കപ്പലുകൾ കടക്കാനുള്ള സാഹചര്യങ്ങൾ ഈ ഒരു ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വരുമോ എന്ന ഒരു പ്രതീക്ഷയായിരുന്നു ലോകത്തുണ്ടായിരുന്നത്. എന്നാൽ ഈ പ്രതീക്ഷകളെല്ലാം മങ്ങുന്ന രൂപത്തിലാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ വ്യക്തമായി ഇറാൻ പ്രതികരിക്കുന്നു. അമേരിക്ക അവരുടെ ഉപരോധവുമായി മുന്നോട്ട് പോകുന്നു. ഇറാന്റെ കപ്പൽ പിടിക്കുന്നു. ഇതിലൂടെ വലിയ സംഘർഷങ്ങൾ വീണ്ടും തുടക്കം കുറിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് സമാധാനത്തിലേക്കല്ല, കൂടുതൽ കലുഷിതമായ അന്തരീക്ഷത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് ബോധ്യപ്പെടുകയാണ്.